ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റംസാനൊക്കെ ആണല്ലോ, അപ്പോൾ റംസാനെ പ്രമാണിച്ചിട്ടുള്ള നല്ല കിടിലൻ ടിപ്പുകളായിട്ടാട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റംസാനൊക്കെ ചുവന്നുള്ളിയൊക്കെ ക്ലീനാക്കി വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ചുവന്നുള്ളിൻ്റെ അല്ലികളൊക്കെ ഇതേപോലെ ഒന്ന് അടർത്തി മാറ്റി കൊടുക്കുക ആദ്യം തന്നെ കേട്ടോ. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒട്ടി പിടിച്ചിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ ഓരോ അല്ലികൾ ഇതേപോലെ ഒന്ന് അടർത്തി മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ചെറിയ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഈ ഒരു ഉള്ളിൻ്റെ മുകളിൽ എത്തുന്ന രീതിയിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഉള്ളി കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ഉള്ളിൻ്റെ തോലെല്ലാം കുതിർന്നിട്ട് വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഉള്ളി ഉരിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ. ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല തിളച്ച വെള്ളം ഒഴിക്കേണ്ട, അതുപോലെ തന്നെ പച്ചവെള്ളം ഒഴിക്കേണ്ട. ചെറിയ ചൂടുള്ള വെള്ളം ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇതേപോലെ വെക്കട്ടോ. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഞരണ്ടി കൊടുക്കുമ്പോഴേക്കും ആ ഒരു ഉള്ളിയിലുള്ള തോലെല്ലാം നമുക്ക് വേഗത്തിൽ തന്നെ ഉരിച്ച് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണേ, മറക്കരുതേ. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഇങ്ങനെ ഉരിച്ചതിന് ശേഷം കഴുകി വെള്ളമൊന്നും ഇല്ലാതെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് തുടച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് വെക്കട്ടോ. കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിലൊക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് കുറേ കാലം നമുക്ക് ഈ ഒരു ഉള്ളി യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മളെ പണികളും എളുപ്പമായിരിക്കും അല്ലേ. നമ്മൾ ഈ ഒരു ഉള്ളി റംസാനൊക്കെ അധികം ആളുകളും ബീഫല്ലേ കറി വെക്കുക. അപ്പോൾ ബീഫ് കറിക്ക് മസ്റ്റായിട്ടും ഈ ഒരു ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നത് വളരെയേറെ നല്ലത് തന്നെയാണ് കേട്ടോ. ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ചുവന്നുള്ളി ഇട്ട് വെക്കുന്ന സമയത്ത്. നമ്മൾ വലിയ ഉള്ളിനേക്കാളും കൂടുതൽ ചുവന്നുള്ളിയാണ്, പ്രത്യേകിച്ച് മലപ്പുറത്താരൊക്കെ ബീഫ് കറി വെക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. ചുവന്നുള്ളിയാണ് അവർ മെയിനായിട്ട് ബീഫ് കറിയിൽ ഇടുക. നമ്മളൊക്കെ വലിയ ഉള്ളിയല്ലേ ഇടുക. ചുവന്നുള്ളി ഇടുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ബീഫ് കറി ആണെങ്കിലും അതേപോലെ ബീഫ് ഫ്രൈ ആണെങ്കിലും എല്ലാം ചുവന്നുള്ളി മസ്റ്റായിട്ട് തന്നെ അവരിടും. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ തരിക്കഞ്ഞി വറവിടാനും അതേപോലെ തന്നെ നമ്മൾ മീൻകറിയൊക്കെ വെക്കുന്ന സമയത്ത് വറവിടാനും എല്ലാത്തിനും നമ്മൾ ഈ ഒരു ചുവന്നുള്ളി ധാരാളം നമുക്ക് റംസാനിന് വേണ്ടി വരും. അപ്പോൾ നമുക്ക് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ഇടാനൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഈ ഒരു ചുവന്നുള്ളി ഇതേപോലെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് വേഗത്തിൽ നമ്മളെ പണികളൊക്കെ എളുപ്പത്തിൽ കഴിയാനായിട്ട് പറ്റും ചെയ്യും. തൊലി ഉരിച്ച് ഇരിക്കുക അങ്ങനത്തെ ഒരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം ഈ ഒരു ഉള്ളി ഇങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ ദാരിയസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ദാരിയസ് കിച്ചൺ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതേപോലെ ഒരുപാട് തേങ്ങയൊക്കെ ചിരവി വെക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. 5 തേങ്ങ അല്ലെങ്കിൽ 10 തേങ്ങ, വലിയ ഫാമിലിയൊക്കെ ആകുമ്പോൾ 10 തേങ്ങയൊക്കെ ചിരവി വെക്കുമല്ലോ. നമുക്ക് റംസാനിന് എന്തായാലും തേങ്ങയ്ക്കൊക്കെ ഒരുപാട് ആവശ്യമാണ്. തരിക്കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങാപ്പാൽ വേണം, അതേപോലെ കറി വെക്കുന്ന സമയത്ത് ഇസ്റ്റ് കറി വെക്കുമ്പോൾ തേങ്ങ വേണം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ നമുക്ക് തേങ്ങ ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് തേങ്ങ ചിരവിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കട്ടോ, കേടുവരാതെ. അപ്പോൾ നമുക്കിതാ തേങ്ങ എല്ലാം ഞാൻ ചിരവി എടുത്തിട്ടുണ്ട്. ഇതൊരു 10 തേങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തേക്കുള്ള തേങ്ങ ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ. ഇനിയിപ്പോൾ കണ്ടെയ്നറിൽ വെച്ചിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ കവറിലാക്കി കെട്ടി വെച്ചാലും മതി കേട്ടോ. ഓരോ കണ്ടെയ്നർ ഞാൻ ഓരോ ദിവസത്തേക്കുള്ള തേങ്ങ ഇതേപോലെ ആയിട്ട് ആക്കി എടുക്കുന്നത്. ഇങ്ങനെ തേങ്ങ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ഒരിക്കലും കൈകൊണ്ട് തൊടണ്ട കേട്ടോ. കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് എന്താ പറയുക ടേസ്റ്റ് വ്യത്യാസം വന്നു, പുളിപ്പൊക്കെ വന്നു. അപ്പം സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കോരിയിട്ട് ഇതേപോലെ കണ്ടെയ്നറിലോട്ടേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പുപൊടി ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ അടച്ചു കൊടുക്കുക കേട്ടോ. ഒരിക്കലും ഇതിൽ
എന്താ പറയുക അടപ്പ് തുറന്നിടാൻ പാടില്ല കേട്ടോ, അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതേപോലെ നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്ക് ഈ ഒരു തേങ്ങ നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒരിക്കലും അത് കേടായി പോവില്ല, ഫ്രീസറിലാണല്ലോ. അപ്പോൾ നല്ല കട്ടയായിട്ട് തന്നെ ഐസായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ നമ്മൾ പാചകം ചെയ്യുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നെങ്കിലും ഈ ഒരു തേങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാം. എന്നിട്ട് ഇതേ രീതിയിൽ ചെയ്യുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണിട്ടത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇത് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും റംസാൻ സമയത്ത് ഇതേപോലത്തെ ജോലികളൊക്കെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജോലിഭാരം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. റംസാനല്ലേ, അപ്പോൾ നമുക്ക് ജോലി തന്നെ എടുത്താൽ പോരല്ലോ, നല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യണമല്ലോ, റംസാനൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോലിഭാരം കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഞാനിപ്പോൾ മല്ലിപ്പൊടിൻ്റെ ഒരു കണ്ടെയ്നറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് കുത്തി നിറച്ചിട്ട് ഇതേപോലെ കണ്ടെയ്നറിൽ ആക്കി വെക്കുമല്ലോ, മുളക്, മല്ലി, മഞ്ഞൾ, ഉപ്പൊക്കെ ഇങ്ങനെ ആക്കി വെക്കുന്ന സമയത്ത് ഇതിൽ ഓരോരോ സ്പൂണും നമ്മൾ ഇടല്ലോ, നമുക്ക് വേഗത്തിൽ തന്നെ കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ വലിയ സ്പൂണൊക്കെ ആകുമ്പം നമുക്ക് ഈ ഒരു സ്പൂണിൻ്റെ തല ഇങ്ങനെ മുന്നോട്ടേക്ക് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് അടപ്പ് അടച്ചു കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അത് അടയ്ക്കാൻ പ്രയാസമായിരിക്കും, അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഈ ഒരു സ്പൂൺ ഇതേപോലെ ഊരിയെടുത്തതിന് ശേഷം തല കീഴായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേഗത്തിൽ ആ ഒരു സ്പൂണ് താഴോട്ടേക്ക് പോവുകയും ചെയ്യും, ഇതിൻ്റെ ഈ ഒരു അടപ്പ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ കണ്ടെയ്നറിലൊക്കെ മുളക്, മല്ലി, മഞ്ഞൾ, ഉപ്പൊക്കെ ഇങ്ങനെ ആക്കി വെക്കുന്ന സമയത്ത് ഒരു 2-3 ദിവസം കഴിയുമ്പം ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കട്ടോ. നമുക്കിതാ ഒരു പാത്രത്തിൽ കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഈ ഒരു വിനാഗിരിയിൽ ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ഈ ഒരു കണ്ടെയ്നറിൻ്റെ മുകളിലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കട്ടോ. വിനാഗിരി മുക്കിയതിന് ശേഷം ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ചെറിയ തരം പ്രാണികളോ അതേപോലെ തന്നെ ചെളിയോ എന്താ പറയുക, നമ്മൾ ജോലി തിരക്കിൽ നമ്മളെ കയ്യിലൊക്കെ എന്താ പറയുക മുളക് മല്ലിയൊക്കെ ആയ കൈയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടപ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടാവും നമ്മൾ ജോലി തിരക്കിൽ ഇങ്ങനെ തുറക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ പോയി കിട്ടാനും അതേപോലെ തന്നെ പാത്രത്തിന് നല്ലൊരു ക്ലീനായി കിട്ടാനും ഒക്കെയുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണിത്. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും നല്ല പുതിയ കണ്ടെയ്നറും അതേപോലെ തന്നെ ആദ്യമുള്ള കണ്ടെയ്നറാണെങ്കിൽ നല്ല ക്ലീനാക്കി വെച്ചിട്ടുള്ള കണ്ടെയ്നറൊക്കെ ആവും. അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ. ആഴ്ചയിൽ ഒരു തവണ ഇതേപോലെ നമ്മൾ വിനാഗിരി മുക്കി പിഴിഞ്ഞിട്ടുള്ള ആ ഒരു വെള്ളം കൊണ്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഇതിൽ ചെറിയ തരം പ്രാണികളോ ഉറുമ്പോ അതേപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പ്രാണികൾ വന്ന് ഇരിക്കൂല്ല കേട്ടോ ഇതിൻ്റെ മുകളിലൊന്നും. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ വിനാഗിരിൻ്റെ ഈ ഒരു സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ചെറിയ തരം പ്രാണികളൊന്നും വന്നിരിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്ത് നോക്കുക. വിനാഗിരി മുക്കിയിട്ടുള്ള വെള്ളം കൊണ്ടൊന്ന് തുടച്ച് നോക്കുക. ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി. നല്ല രീതിയിൽ ക്ലീൻ ആയിരിക്കും കേട്ടോ. നമ്മുടെ എല്ലാ കണ്ടെയ്നറും ക്ലീൻ ആയിരിക്കാനായിട്ട് പറ്റും. പ്ലാസ്റ്റിക് ആണെങ്കിലും അതേപോലെ ചില്ല് ബോട്ടിലാണെങ്കിലൊക്കെ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും നമ്മുടെ പാത്രങ്ങളൊക്കെ കേട്ടോ. പാത്രങ്ങൾ ക്ലീൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്തത് ഞാൻ കാണിക്കുന്നത്, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പേപ്പർ ഗ്ലാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഇതേപോലത്തെ പേപ്പർ ഗ്ലാസും അതേപോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങിക്കുന്ന തൈരൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്ന ഈ ഒരു ഗ്ലാസ് ആട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഇത് 3 ഗ്ലാസ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ വലിയ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഗ്ലാസ് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അതൊരു ചെറിയ പാത്രമാട്ടോ എടുത്തിട്ടുള്ളത്. ഈ 3 ഗ്ലാസ് ഞാൻ ഇതിലോട്ടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഗ്ലാസ്സിലും ഓരോന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് സ്പൈസസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സ്പൈസസ് എന്ന് പറഞ്ഞാൽ ഏലക്കായ്, പട്ട, പൂവൊക്കെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഗ്ലാസ്സിൽ ഞാനിതാ കുറച്ച് പെരിഞ്ജീരകം, വലിയ ജീരകം കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ഗ്ലാസ്സിൽ കുറച്ച് കുരുമുളക് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്.
ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുക. ഇതേപോലെ നമ്മൾ ഇട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് ഒരൊറ്റ പാത്രം എടുത്താൽ മതി. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഉണ്ടാവും ഇങ്ങനെ വെക്കുന്ന സമയത്ത് കേട്ടോ. ഇപ്പോൾ റംസാനിന് നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരൊറ്റ പാത്രം എടുത്താൽ മതി. നമുക്ക് ഈ ഒരു പെരിഞ്ചീരകവും അതേപോലെ കുരുമുളകും സ്പൈസസും ഒക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ഇതിലിട്ട് വെക്കാനായിട്ട്, നമുക്ക് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കറിക്കുള്ള എല്ലാ വസ്തുക്കളും ഇതേപോലെ ഇട്ട് വെച്ചാൽ മതി. ഒരു കറിക്ക് ഇപ്പോൾ എന്തൊക്കെ ആവശ്യമുള്ളത്, തക്കാളി, ഉള്ളി, അതേപോലെ പച്ചമുളക്, കറിവേപ്പില ഒക്കെ വേണമല്ലോ. അപ്പോൾ നമുക്ക് ഒരു കറിക്കുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു അടപ്പ് ഒറ്റ പാത്രം എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പോയി ഓരോ പാത്രം അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാനിതാ ഒരു കോട്ടൻ്റെ തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു കോട്ടൺ തുണിയിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണീൻ്റെ 4 ഭാഗം ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ഒരു കിഴി രൂപത്തിൽ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ചുരുട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു കോട്ടൻ്റെ ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെ ഒന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ അതാ ഒരു കിഴി രൂപത്തിലായിട്ടുണ്ട്. ഇത് ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ റമദാന് പൊടികളൊക്കെ പൊടിച്ച് വെക്കുമല്ലോ, അരി പൊടിച്ച് വെക്കും, അതേപോലെ ആട്ട മൈദ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ബക്കറ്റിലും കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് ഒരുപാടുണ്ടാവും, നോമ്പിനേക്കുള്ളതല്ലേ, ഒരുപാട് നമ്മൾ പൊടിച്ചൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഒരു കിഴി മഞ്ഞൾപ്പൊടി കെട്ടിയിട്ടുള്ള ഈ ഒരു കിഴി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇടുന്ന സമയത്ത് ഈ ഒരു മഞ്ഞൾപ്പൊടിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ഈ ഒരു പൊടി കട്ട കുത്തി പോവില്ല. ഇതിൽ ചെള്ളോ പ്രാണികളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ, ഈ ഒരു കിഴി ഉള്ളത് കൊണ്ടിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കണ്ടെയ്നറിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അടച്ചു വെച്ചും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരിക്കലും ഈ ഒരു പൊടിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല, പുതിയ പൊടിയായിരിക്കും. പ്രാണികളൊക്കെ വന്ന് കയറി കൂടുമ്പോഴാണല്ലോ നമ്മൾ പൊടിക്കൊക്കെ ടേസ്റ്റ് വ്യത്യാസവും അതേപോലെ തന്നെ നിറവ്യത്യാസവും സ്മെല്ലിന് ഒരു ചേഞ്ചൊക്കെ വരിക. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. മഞ്ഞൾപ്പൊടി ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ എങ്ങനെ തുടച്ചിട്ട് കൊടുത്താലും ഈ ഒരു ടൈലിൻ്റെ അരികു വശത്ത് കൂടെ കറുപ്പ് ഉറുമ്പുകൾ ഇങ്ങനെ ലൈനായിട്ട് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ ഒരു മഞ്ഞൾപ്പൊടി കെട്ടിയിട്ടുള്ള ഈ ഒരു കിഴി ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അരികു വശത്തൊക്കെ ഇങ്ങനെ ചെറിയ ഉറുമ്പുകൾ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. എന്തെങ്കിലും ഭക്ഷണമൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടോ എന്ന് തിരഞ്ഞ് പോകുന്നവരാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മളെ ജോലികളൊക്കെ കഴിഞ്ഞ് തുടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ ഒരു കിഴി ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഉറുമ്പ് മാത്രമല്ല മറ്റു പ്രാണികളെയും നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്ത് നോക്കുക. മഞ്ഞൾപ്പൊടി ആൾ നിസ്സാരനല്ല കേട്ടോ, നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളിൽ നിങ്ങൾക്ക് ഏത് ടിപ്സാണോ യൂസ്ഫുൾ ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാം യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പുതിയ ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരണേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.